ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ഇന്നലെ നമ്മൾ SSC നോട്ടിഫിക്കേഷൻ ഔട്ടായി ഡേറ്റ് വന്നു എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട് അതൊന്നും നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്ത്. അത് ഫേക്ക് ആണോ ഇല്ലയോ എന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് എന്താണ് കാര്യം എന്നുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്നലെ ആ ഡാറ്റ എടുത്തതെന്ന് പറഞ്ഞാൽ SSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. നിങ്ങൾക്ക് ഏതൊരു ഡാറ്റ SSC മലയാളിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് SSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ, അല്ലാതെ ബാക്കിയുള്ള ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പിലൊന്നും വരുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ നിങ്ങളെ അറിയിക്കാറില്ല. പക്ഷേ ഇന്നലെ ആ ഒരു ഡേറ്റ് ഞാൻ ഇവിടുന്ന് എടുത്ത് വെച്ചാൽ ഇതാണ് SSCൻ്റെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ssc.gov.in എന്നാണ് SSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിയിക്കാറുള്ളത്. സാധാരണഗതിയിൽ SSCയുടെ കലണ്ടർ, ഓരോ വർഷത്തെ കലണ്ടർ നമുക്ക് കിട്ടുന്നത് ഈ കാൻഡിഡേറ്റ്സ് ആണ് സെക്ഷനിൽ, 4 കാൻഡിഡേറ്റ്സ് ആണ് സെക്ഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എക്സാമിനേഷൻ കലണ്ടർ കിട്ടും. ആ കലണ്ടറിൽ നമുക്ക് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നോക്കി SSCൻ്റെ സൈറ്റ് താഴോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു കലണ്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കിയാ ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് മാർച്ച് 31 സെലക്ഷൻ പോസ്റ്റിൻ്റെ ഒരു മാർച്ച് 31 കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ വരുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്ത് കിട്ടും, ഓരോ വർഷത്തെയും അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും നമുക്ക് കൃത്യമായിട്ട് ഓരോ വർഷത്തേത് അല്ലെങ്കിൽ 5ാമത്തെ പേജിൽ 5ാമത്തെ അല്ല 4ാമത്തെ പേജിൽ പോയി കഴിഞ്ഞാലാണ് ഈ ഡാറ്റയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു നോക്കി. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ മാർച്ച് 31 വരുന്നുള്ള ഡേറ്റ് കൊടുത്ത് നോക്കി. ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് 31 കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 30 കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് നോക്കിയപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു വ്യക്തത കുറവ് എനിക്ക് മനസ്സിലായത്. ഞാൻ കുറച്ച് ഹിന്ദിക്കാരുടെ വീഡിയോസ് കണ്ടപ്പോൾ അതിലാണ് പറഞ്ഞു ഇതൊക്കെ നോക്കിയേ ആ ഒരു മാസം ശരിക്കും എക്സാമിനേഷൻ കലണ്ടറിൽ ഓരോ മാസങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് CGL ആണെങ്കിൽ മാർച്ച് മാസം, അതിൻ്റെ ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് എൻ്റെ ചെയ്യുന്ന ഏപ്രിൽ മാസം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ നോക്കി ഇതെല്ലാം ആ ഒരു മാസത്തിൻ്റെ അവസാനത്തെ ഡേറ്റുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് തന്നെയാണോ അതോ ബൈ ഡിഫോൾട്ട് ഓൾറെഡി ഉള്ള കൊടുത്ത മാസത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ബൈ ഡിഫോൾട്ടായി വന്നതാണോ എന്നുള്ളൊരു ക്ലാരിറ്റി കുറവുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാം SSCൻ്റെ സൈറ്റ് തന്നെയാണ് കേട്ടോ, വേറെ സൈറ്റൊന്നും അല്ല, SSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഡാറ്റ തന്നെയാണ് ഈ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഡാറ്റ കണ്ടപ്പോൾ നമ്മൾ കൊടുത്തുള്ളത് നോക്കി എല്ലാ ഡേറ്റുകളും ആ ഒരു മാസത്തെ അവസാനത്തെ ഡേറ്റുകൾ ഇങ്ങനെ കൊടുത്തേക്കാണ്. അതായത് ഏത് മാസമാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ മാസത്തെ അവസാനത്തെ ഡേറ്റ് നോക്കി മാർച്ചിലാണ് SSC നോട്ടിഫിക്കേഷൻ, മാർച്ച് 31. പിന്നെ നോക്കി CHL എവിടെയാ, CHL ഏപ്രിലാന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഏപ്രിൽ 30. അപ്പോൾ ബൈ ഡിഫോൾട്ട് എല്ലാത്തിൻ്റെയും നോക്കി എല്ലാത്തിൻ്റെയും അവസാനത്തെ ആ മാസത്തെ അവസാനത്തെ ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ബൈ ഡിഫോൾട്ട് ഓൾറെഡി ചിലപ്പോൾ ആ ഒരു മാസത്തെ അവസാനത്തെ ഡേറ്റ് ഓൾറെഡി വന്ന് കടന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് SSCൻ്റെ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പോർഷൻ നോക്കി ഈ കാൻഡിഡേറ്റ്സ് കോർണറിൽ SSCൻ്റെ കലണ്ടർ ഇതാ എവിടെയാണ്, എക്സാമിനേഷൻ കലണ്ടർ എന്ന് പറഞ്ഞ പോർഷനിൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വർഷത്തെ കലണ്ടർ കിട്ടും. അതിൽ അപ്ഡേറ്റഡ് ആവും, ചിലപ്പോൾ അപ്ഡേറ്റഡ് ആയാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. എന്തായാലും മാസം കറക്റ്റ് തന്നെയാണ്, ഈ മാസമാണ് CGL നോട്ടിഫിക്കേഷൻ വരുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഡേറ്റ് വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും ഈ ഒരു മാസം നോട്ടിഫിക്കേഷൻ വരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഡേറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, മാസങ്ങളെല്ലാം കറക്റ്റാണ്. ഇപ്പോഴത്തെ കലണ്ടർ വെച്ചിട്ട് ഈ കൊടുത്ത മാസങ്ങളെല്ലാം കറക്റ്റാണ്. മാർച്ചിൽ CGL വരും, ഏപ്രിൽ CHL വരും, അത് കഴിഞ്ഞ് സെപ്റ്റംബറിലൊക്കെ ഓഗസ്റ്റിലൊക്കെ എന്ത് തോന്നുന്നു MTS വരും. അപ്പോൾ മാസങ്ങളെല്ലാം കറക്റ്റാണ്, ഡേറ്റുകൾക്കുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതങ്ങനെ 100% എനിക്കിത് കണ്ടപ്പോൾ നോക്കി എല്ലാം ഒരു ബൈ ഡിഫോൾട്ട് ആ ഒരു മാസത്തിൻ്റെ അവസാനത്തെ ഡേറ്റാണ്. ഇപ്പോൾ 31 മാസമുള്ള മെയ് ആകും 31, ഏപ്രിൽ ആകും 30, എല്ലാം ആ ഒരു മാസത്തെ അവസാനത്തെ ഡേറ്റുകൾ കൊടുത്തതുകൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ SSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ്, നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് ഡാറ്റയാണ് എനിക്ക് തന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു ഒഫീഷ്യലായിട്ട് കൃത്യമായിട്ട് നോട്ടീസ് പോലെ പറയാത്തത് കൊണ്ട് ഇത് കൃത്യമായിട്ട് തന്നെയാണോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും മാസങ്ങളെല്ലാം കറക്റ്റാണ്. പിന്നെ വേറൊരു കാര്യം, ഇന്നലെ ചെയ്ത വീഡിയോയുടെ താഴെ കുറച്ച് കമൻറ്റുകൾ, കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് കമൻറ്റുകളും ഡൗട്ടുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്യാണ്. മെയിനായിട്ട് ഡൗട്ട് എന്ന് പറഞ്ഞാൽ OBC സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ OBC സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ ആണ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു 1 ഇയറിൻ്റെ കാലയളവ്, അതായത് എപ്പോഴും പറയുന്നത് OBC എന്ന് പറഞ്ഞ കാറ്റഗറി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. OBCയിൽ തന്നെ നോൺ ക്രീമി ലെയർ, 2 ലെയർ ഉണ്ട്. അതിൽ ക്രീമി ലെയർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു സാമ്പത്തിക കുറച്ച് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ക്രീമി ലെയറിലാണ് വരിക. ക്രീമി ലെയറിലെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അവർ ഒരു ജനറൽ കാൻഡിഡേറ്റിനെ പോലെ തന്നെ കൺസിഡർ ചെയ്യും. നോൺ ക്രീമി ലെയറിൽ വരുന്ന ആളുകൾക്ക് മാത്രമേ OBCൻ്റെ റിസർവേഷന് വേണ്ടി ബെനിഫിറ്റും കാര്യങ്ങളെല്ലാം ഉള്ളൂ. അപ്പോൾ നിങ്ങൾ OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ OBC എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദറിന് ഒരു നല്ല ജോലി കിട്ടി, ചിലപ്പോൾ നല്ല സാമ്പത്തിക സ്ഥിതി കൂടി കഴിഞ്ഞാൽ നിങ്ങൾ OBC ക്രീമി ലെയറിൽ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായതുകൊണ്ട് എപ്പോഴും SSC പറയുന്നത് നോട്ടിഫിക്കേഷൻ ടൈമിൽ നിങ്ങൾ എന്താണോ ക്രൈറ്റീരിയ, നോട്ടിഫിക്കേഷൻ ഇപ്പോൾ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ OBC ആണോ എന്ന് ക്രൈറ്റീരിയക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ നോട്ടിഫിക്കേഷൻ്റെ ഉള്ളിലുള്ള ഒരു OBC സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് പറയുന്നത്. OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, OBC NCL എന്ന് പറയുന്നത് തന്നെയാണ് OBC സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നോട്ടിഫിക്കേഷൻ ഡേറ്റിനുള്ളിൽ വേണമെന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 2 മാസം ചിലപ്പോൾ നിങ്ങൾ ക്രീമി ലെയർ പോർഷനിലോട്ട് വന്നു വരാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ SC ST കാൻഡിഡേറ്റ്സ് അങ്ങനെ മാറില്ല. അവർക്ക് നോൺ ക്രീമി ലെയർ ഇല്ലാത്തതുകൊണ്ട് അവർ വൺസ് SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് എപ്പോഴും റിസർവേഷൻ ബെനിഫിറ്റ്സിന് അവൈലബിൾ ആണ്. പക്ഷേ OBC ഒന്നും അങ്ങനെയല്ല കേട്ടോ. OBC EWS ഒന്നും അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ പീരീഡിൽ ആ എക്സാം വിളിച്ച സമയത്ത് നിങ്ങൾ OBC എന്ന് തെളിയിച്ചാൽ മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഏതൊരു പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ പീരീഡിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ പല ആളുകൾ ചോദിച്ചത് എവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെ അപ്ലോഡ് ചെയ്യേണ്ട കയ്യിൽ വെച്ചാൽ മതി. നാളെ നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി വേറൊരു കാര്യമുള്ളതാണ്, ആരെങ്കിലും ഏതെങ്കിലും പരീക്ഷയ്ക്ക് ഇതുപോലെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നു എന്ന് വിചാരിക്കും, അതങ്ങനെ വലിയൊരു ഇഷ്യൂ ആവാറില്ല.
കേട്ടോ. നോട്ടിഫിക്കേഷൻ ടൈമിൽ എടുക്കണം എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ പറയാറുണ്ട്, പക്ഷേ അതങ്ങനെ വലിയൊരു ഇഷ്യൂ ഒന്നും ആവാറില്ല. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ OBC ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ മതി. ചില സർട്ടിഫിക്കറ്റിൽ ചില തഹസിൽദാർമാർ എഴുതി കൊടുക്കാറുണ്ട്, ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇന്ന സമയത്തും OBC ആണെന്നുള്ളത് ജസ്റ്റ് അതിലൊന്ന് റിമാർക്ക് എഴുതി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അതൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് എടുത്താൽ മതിയോ എന്നുള്ള ഡൗട്ട് ചോദിക്കാറുണ്ട്. ഓൺലൈനായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതായാലും മതി, കാരണം ഇപ്പോൾ അധികം ഓൺലൈനായിട്ടാണ് OBC സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത്. പക്ഷേ ചില സ്ഥലത്ത് ചില ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ ചില ആളുകൾ വെറുതെ അതായത് ഓരോ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. ശരിക്കും ഓൺലൈൻ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. ഇപ്പോൾ കേരളത്തിൽ മൊത്തം ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. മൊത്തം ഓൺലൈനിൽ കൃത്യമായിട്ട് അതിൽ ഡിജിറ്റൽ സൈൻഡ് പേപ്പർ ആയിരിക്കും. അതിൽ കൃത്യമായിട്ട് നിങ്ങൾ OBC നോൺ ക്രീമി ലെയർ എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മതിയാവും കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ട് എടുത്താൽ തന്നെ മതിയാവും. ഇനി ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തഹസിൽദാർക്ക് പോയിട്ട് ഇതൊന്ന് ഓഫ്ലൈൻ സർട്ടിഫിക്കറ്റ് ആക്കിയിട്ട് വാങ്ങിയാൽ മതി. അപ്പോൾ ഓൾറെഡി ഇപ്പം തന്നെ അങ്ങനെ വാങ്ങാൻ പറ്റുമെങ്കിൽ ഓൾറെഡി അത് വാങ്ങി കയ്യിൽ വെക്കുക, വെറുതെ റിസ്ക് എടുക്കേണ്ട. പക്ഷേ നിങ്ങൾ ഓൺലൈനായിട്ട് എടുത്താലും അത് മതിയാവും കേട്ടോ. അതിൻ്റെ പേരിൽ നിങ്ങളുടെ ജോലി ഒന്നും എന്തായാലും ആരും കളയാൻ പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ രണ്ടാമത് ഒന്നും കൂടെ പോകേണ്ടി വരുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. എന്തായാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക, നിങ്ങൾ റിസ്ക് എടുക്കണ്ട. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ ഒരു വർഷം നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തേക്ക് അടുത്തൊരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു വർഷത്തേക്ക് നടക്കാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഒരു സർട്ടിഫിക്കറ്റ് മതിയാവും. അപ്പോൾ ഓരോ പരീക്ഷയ്ക്ക് ഓരോ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ വർഷത്തെ SSC RRB പരീക്ഷകൾക്കെല്ലാം വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെൻറ് ജോലി. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. കാരണം സ്റ്റേറ്റിൻ്റെ OBC ലിസ്റ്റും സെൻട്രലിൻ്റെ OBC ലിസ്റ്റും വ്യത്യാസമുണ്ട്, ചില വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ സെൻട്രലിൻ്റെ OBC ലിസ്റ്റിൽ പെട്ട ഒരാളാണെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ നിങ്ങൾ തഹസിൽദാർക്ക് പോയിട്ട് താലൂക്കിൽ നിന്ന് വേണം നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ. അല്ല പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന OBC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് വാലിഡ് അല്ല, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാമിനെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ താലൂക്കിൽ പോയിട്ട് സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ജെനുവായിട്ടുള്ള ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ. പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വൺ ടൈം രജിസ്ട്രേഷനിൽ ഈ നമ്മൾ കാറ്റഗറിക്ക് അതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടയ്ക്കിടയ്ക്ക് SSC കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ നിങ്ങൾ ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഏതാണ് കാറ്റഗറി അത് കൊടുക്കുക. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എക്സാമിൻ്റെ മുമ്പ് ചില ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ SSC കൊടുക്കാറുണ്ട്. അത് എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ എഡിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എന്താ മാനുവലായിട്ട് വേണം, അതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ 2026 ജൂലൈയിൽ 33 ആവും. SC ST കാറ്റഗറികളുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 35 ആണ്. അപ്പോൾ 35 വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ വേറെ ജെന്യൂൻ ആയിട്ടുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ പരീക്ഷ ഈ വർഷം ഡിഗ്രി കഴിയുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റുമെന്നൊരു ജെന്യൂൻ ആയിട്ടുള്ള കുട്ടിയെ താഴെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഓൾറെഡി പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ റിലേറ്റീവ്സോ കാര്യങ്ങളോ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരോട് പറഞ്ഞു കൊടുക്കുക, ഈ വർഷത്തെ CGL ഈ വർഷം ഡിഗ്രി ഫൈനലിൽ പാസ് ഔട്ടായി ഇറങ്ങുന്ന ആളുകൾക്കും ഈ വർഷത്തെ CGL എഴുതാൻ പറ്റും. അതായത് ഇപ്പോൾ മാർച്ച് മാസമാണ്, മാർച്ച് ഏപ്രിലൊക്കെ ഒരുപാട് കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ അവർക്ക് ഇനി 2027 CGL എന്ന് പറഞ്ഞിട്ട് പഠിക്കുക. ഓക്കെ, നല്ലതാണ്, 2020 ഫോക്കസ് ചെയ്ത് പഠിക്കും. പക്ഷേ അവർക്ക് 2026 CGL എഴുതാൻ അവർ എലിജിബിൾ ആണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. കാരണം SSCൻ്റെ നോട്ടിഫിക്കേഷനിൽ എപ്പോഴും പറയുന്നത് ഓഗസ്റ്റ് 1 അതിൻ്റെ മുമ്പോ, അതായത് ഈ വർഷത്തെ പരീക്ഷ എഴുതാൻ ഈ വർഷത്തെ ഓഗസ്റ്റ് 1 അതിന് മുമ്പോ ഫൈനൽ ഇയർ റിസൾട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ലാസ്റ്റ് റിസൾട്ട് നിങ്ങൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ ഡിഗ്രിക്ക് എലിജിബിൾ ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ നടക്കുന്ന ഫൈനൽ ഇയർ പരീക്ഷകളെല്ലാം ഓഗസ്റ്റ് 1 മുമ്പ് ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ മാക്സിമം റിസൾട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ വർഷത്തെ ഫൈനൽ ഇയർ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഈ വർഷത്തെ CGL ഒക്കെ എഴുതാൻ. HSL MTS ഓൾറെഡി നിങ്ങൾക്ക് +2കാർക്ക് പറ്റും. പക്ഷേ CGL ഡിഗ്രി ലെവൽ പരീക്ഷകളും CGL പോലത്തെ പരീക്ഷകളും ഈ വർഷം ഡിഗ്രി കഴിയുന്ന ആളുകൾക്കും എഴുതാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആരും ഈ മാസം നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അയ്യോ ഞാൻ എലിജിബിൾ അല്ല, ഞാൻ അടുത്ത വർഷത്തെ എലിജിബിൾ ആണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കരുത്, എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ അനിയന്മാർക്ക് ആർക്കെങ്കിലും അറിയുന്ന ആളുകൾക്ക് ഡിഗ്രി കഴിയുന്ന ആളുകളുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. കാരണം അവർ ചിലപ്പോൾ ഈ ഒരു പരീക്ഷ 2 മാസം കൊണ്ട് ബുദ്ധിമുട്ടാണ് ക്വാളിഫൈ ചെയ്യാറെങ്കിലും ചിലപ്പോൾ അവർ ഈ ഒരു പരീക്ഷ എഴുതുമ്പോഴായിരിക്കും ആ ഒരു സ്പാർക്ക് വരുന്നത്. ഈ പരീക്ഷ എഴുതി കുറച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പരീക്ഷയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നന്നായിട്ടൊന്നും കൂടെ പഠിച്ചാൽ 2027 തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പാർക്ക് ചിലപ്പോൾ അവർ ഈ 2 മാസം പഠിക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്. പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് 2 മാസം 1 മാസം കൊണ്ട് പഠിച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ക്രാക്ക് ചെയ്യുന്ന ആളുകളും ഉണ്ടാവാം കേട്ടോ. നല്ല അത്യാവശ്യം നല്ല കുറച്ച് ഓൾറെഡി ഇത് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ആൾക്കാണെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ പറ്റും. പക്ഷേ മെജോറിറ്റി 99% ആളുകൾക്ക് പറ്റാറില്ല. പക്ഷേ അവർക്ക് ഞാൻ പറഞ്ഞില്ല, പല ആളുകൾക്കും ഒരു സ്പാർക്ക് വരാറുള്ളത് ഈ ഒരു ഫസ്റ്റ് പരീക്ഷ ഒരു 1-2 മാസം കൊണ്ട് പഠിച്ച് എഴുതുമ്പോഴാണ്. അപ്പോൾ അവർ നന്നായിട്ട് അടുത്ത വർഷത്തേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വർഷത്തെ എലിജിബിൾ ആണ്, അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ വേറെ എന്താ, ജൂൺ തന്നെ പരീക്ഷ നടക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കലണ്ടർ പ്രകാരം മെയ് ജൂൺ മാസങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത്. ആ കലണ്ടർ മാറിയിട്ടില്ല, ഒഫീഷ്യലായിട്ട് മാറിയിട്ടില്ല. ഇവിടെ പോലും ആ ഡേറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എക്സാം നടക്കുന്നുള്ളത് മെയ് ജൂൺ തന്നെയാണ് പറയുന്നത് കേട്ടോ. പക്ഷേ അതൊരു ഒഫീഷ്യലായിട്ട് SSC എന്തെങ്കിലും കലണ്ടർ മാറ്റുന്നില്ല എന്ന് പറയുന്നവരെ ഈ ഡേറ്റ് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഒരിക്കലും ബാക്കിയുള്ള ടെലഗ്രാം ചാനലുകളോ യൂട്യൂബ് ചാനലുകളോ അവർ റീച്ച് കൂട്ടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. എപ്പോഴും നിങ്ങൾ ssc.gov.in എന്ന ഈ സൈറ്റ് മാത്രം വിശ്വസിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ വേറെ എന്താ, അപ്പോൾ മെയിനായിട്ട് പറഞ്ഞ വാലിഡിറ്റി ഒരു വർഷത്തേക്ക് വാലിഡാണ്, ഓരോന്നിനും സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് കമൻറ്റുകളും കാര്യങ്ങളും എല്ലാതും താഴെ വന്നത്. അപ്പോൾ ആ ഒരു കമൻറ്റുകൾക്കുള്ള ഒരു റിപ്ലൈയും പിന്നെ ഇന്നലെ ഞാൻ ചെയ്ത ആ ഒരു വീഡിയോൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡാറ്റ എടുത്ത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഡാറ്റ എടുത്ത സൈറ്റിൽ നിന്നാണെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവ് എനിക്ക് നോക്കിയപ്പോൾ തോന്നി. കാരണം നമ്മൾ സൈറ്റിൽ നിന്നാണ് എടുത്തെങ്കിൽ പക്ഷേ എല്ലാം നോക്കുമ്പോൾ നോക്കിയേ എല്ലാവരും മാസത്തിൻ്റെ എൻഡ് ഡേറ്റാണ്. അപ്പോൾ അത് ബൈ ഡിഫോൾട്ടായിട്ട് ഓൾറെഡി ഇതിൽ വന്ന് കിടക്കുന്നതാണോ അതോ ഇത് തന്നെയാണോ ഡേറ്റ് നമുക്കറിയില്ല. എന്തായാലും SSCൻ്റെ നോക്കിയേ ഹോം പേജിൽ
ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഒഫീഷ്യലായിട്ട് അവർ അറിയിക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി ഈ നോട്ടീസ് ബോർഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പുതിയ ആളുകളൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ നോട്ടീസ് ബോർഡിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റുകളുടെ കൃത്യമായിട്ട് അതിൻ്റെ PDF കാര്യങ്ങൾ നോട്ടീസിൽ വരാറുണ്ട്. അപ്പോൾ ഇതിൽ വരികയാണെങ്കിൽ ഇതിൽ ഒരു നോട്ടീസായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും 100% ഉറപ്പിച്ചോ. പക്ഷേ നമ്മളിപ്പോൾ എടുത്തത് ഈ ഡാറ്റയിൽ നിന്നാണ്. SSC കലണ്ടർ എന്നിട്ട് ഇവിടെ നോക്കി ഈ ഡാറ്റകളുണ്ട്. 31-ന് CGL ആണ്, നോക്കി April 30-ന് CHSL ആണൊക്കെ കൊടുത്തിട്ട്, പക്ഷേ എല്ലാം ആ മാസത്തെ ലാസ്റ്റ് ഡേറ്റുകൾ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഒരിക്കലും ഫേക്ക് ആണ്, എന്നാൽ വീഡിയോ ചെയ്ത് എല്ലാം കംപ്ലീറ്റ്ലി ഫോൾസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സൈറ്റിലുള്ള ഡാറ്റയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ട് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും ഞാൻ പറഞ്ഞു ഡേറ്റുകൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, മാസങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല. എല്ലായിടത്തിലും ഒരുപോലെ തന്നെ മാസങ്ങളെല്ലാം കറക്റ്റാണ്. അപ്പോൾ മാസങ്ങളിൽ തന്നെ ചെറിയ ചെറിയ ഡേറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. പ്രത്യേകിച്ച് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളൊക്കെ ഓൾറെഡി മാർച്ച് മാസമായി, ഏപ്രിൽ ചിലപ്പോൾ ചില പരീക്ഷകൾ മാർച്ചിൽ തീരും, ചില പരീക്ഷകൾ ഏപ്രിൽ പകുതിയോട് തീരും, ചിലത് ഏപ്രിൽ ലാസ്റ്റിലേക്ക് തീരും. എല്ലാവരും എന്ത് ചെയ്യുക, ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. CGL തൊട്ട് പിന്നാലെ CHSL വരുന്നുണ്ട്, ഒരേ സിലബസാണ്. CGL, CHSL, MTS, CPO പരീക്ഷകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഓക്കെ, പിന്നെ സൈറ്റൊക്കെ നോക്കി വെക്കുക. നിങ്ങൾ പുതിയ ആളുകളൊക്കെയാണെങ്കിൽ ഇതാണ് SSCൻ്റെ സൈറ്റ്. പഴയ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു ssc.nic.in എന്ന് പറഞ്ഞ സൈറ്റ്, അതല്ല, പുതിയ സൈറ്റാണ്. നിങ്ങളെല്ലാം വൺ ടൈം രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇതിലാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ 2 വർഷം മുമ്പ് ചിലപ്പോൾ പഴയ സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും, അതൊന്നും ഇപ്പോൾ വാലിഡ് അല്ല. ഈ ഒരു സൈറ്റിൽ നിങ്ങൾ പുതുതായിട്ട് ആധാർ വെരിഫിക്കേഷൻ കാര്യങ്ങൾ വെച്ചിട്ട് പുതുതായിട്ട് എന്ത് ചെയ്യണം, സൈറ്റിൽ ലോഗിൻ രജിസ്റ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്, ഇവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ അത് കണ്ടു നോക്കുക. ഓക്കെ, നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ SSC മലയാളി ടെലഗ്രാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, അതിൽ ചോദിച്ചു നോക്കുക. പിന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കുണ്ടെങ്കിൽ അവർക്ക് SSC മലയാളിയുടെ പുതിയ ഓഫ്ലൈൻ ബാച്ചുകളൊക്കെ ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങൾ ഡിഗ്രി കഴിയുന്ന കുട്ടികൾക്ക് നോക്കിയിട്ട് നമ്മൾ ഓഫ്ലൈൻ ബാച്ചുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രീ ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ടാണ്. ഈ താഴെ കാണുന്ന നമ്പറിലൊക്കെ നിങ്ങൾ വിളിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.